ഒരു ഫേമസ് ഇൻഫ്ലുവൻസർ, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആള് പറഞ്ഞത്. നമ്മളെയാണല്ലോ മച്ചമ്പി. അവന്റെ കണക്ക് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം. എന്റെ നമ്പരായി, എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഭക്ഷണം വളരെ നല്ലതാണ്, പക്ഷെ മൃണാള് മിണ്ടരുതെന്നാണ്. താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി. ഐ ഡോണ്ട് ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. ഇത്ര നല്ല ഭക്ഷണം കൊടുക്കുന്ന സ്ഥാപനം നടത്തുന്ന ആൾക്ക് മിണ്ടാൻ അവകാശമില്ലേ? ഒരു മനുഷ്യന്റെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ അയാൾക്ക് സംസാരിക്കാനുള്ളത്, പറയാനുള്ളത്? അത് ശരിയാണ്. അല്ല, അതങ്ങനെ ശരിയാവും. അവനത് വെറുതെ പറഞ്ഞതല്ല, കേട്ടല്ലോ. അത് തടയുന്ന രീതിയിൽ സംസാരിക്കുന്ന ആള് ഇൻഫ്ലുവൻസറോ? മിണ്ടാതെ നിശബ്ദനായിരിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? നല്ല കാര്യം ചെയ്യരുത്. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഇയാളെ ഫോളോ ചെയ്യുന്നവരുടെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് വിഷമമുണ്ട്. നിങ്ങൾക്ക് ഞാനീ പറയുന്ന മനസ്സിലാവും, പക്ഷെ മുട്ട പോലും അജിനോമോട്ടോയിലും മുക്കിയിട്ടല്ലാതെ തിന്നാൻ പറ്റാത്തവർക്ക് വിശപ്പ് എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇവരൊക്കെ റിവ്യൂ ചെയ്യുന്നത് അവരവരുടെ അരി വാങ്ങിക്കാനാണ്, ആ കാശിന് വേണ്ടി മാത്രം. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കാര്യം വലുത്. കൊള്ളേണ്ടത് കൊണ്ടാലേ കാണേണ്ടവർ കാണൂ. നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് 100 കണക്കിന് കുടുംബങ്ങൾക്ക് അരി എത്തിക്കാനാണ്. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. കൂടെ ജോലി ചെയ്യുന്നവരുടെ കാര്യത്തിലായാലും, വിശന്ന് കാശില്ലാതെ വരുന്നവർക്ക് കൊച്ചിയിൽ ഞങ്ങൾ ഏത് ബ്രാഞ്ചിലായാലും ഫ്രീ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലായാലും ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒരാൾക്ക് റിവ്യൂ ചെയ്ത് അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 100 കണക്കിന് പേരുടെ അരി മുടക്കുന്നത് ശരിയാണോ? ഇത് ഭയങ്കര കഷ്ടാണല്ലോ. ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? നീ രമേശനും തമ്മിലുള്ള നിങ്ങൾ തങ്ങളിൽ തീർത്തോ? പാവം കുറെ മനുഷ്യന്മാർക്ക് വിശപ്പടക്കാനുള്ള ചോറും മുതിയോടെ ആവരുത് നിന്റെ തോന്നിയാസം. അവിടെ ഇവിടെ ഇരുട്ടത്ത് ഒളിച്ചിരുന്നിട്ട് ഈ വക സ്വന്തം അരിക്ക് വേണ്ടി എന്ത് അക്രമം ചെയ്യാതെ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യൂടെ? രവീന്ദ്രൻ ചെറ്റയാ, വെറും ചെറ്റ. പക്ഷേ പാവപ്പെട്ടവന്റെ അന്നത്തിൽ മണ്ണിട്ടാലുണ്ടല്ലോ ഭദ്ര, നീ വല്ലാണ്ട് കളിച്ച ഇല്ലാണ്ടാവുവേ.